നിലമ്പൂരിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒടുവിലെ കണക്കുകൾ പ്രകാരം 70.76% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാരുടെ നിര തുടരുകയാണ്. അവർക്ക് ടോക്കണുകൾ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, അങ്ങനെ നിലമ്പൂർ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. വോട്ടെണ്ണൽ തിങ്കളാഴ്ച 23-ാം തീയതിയാണ്. തിങ്കളാഴ്ച രാവിലെ മുതൽ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെയുള്ള പോളിംഗ് വിവരങ്ങൾ ഒന്ന് വിലയിരുത്താൻ. തീർച്ചയായും കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തോളമായി നടന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇപ്പോൾ വിവാദങ്ങളും ഒക്കെ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷമാണ് ഇപ്പോൾ നിലമ്പൂർ വിധി എഴുതിയിരിക്കുന്നത്. ഏതായാലും നിലമ്പൂരിൽ രാവിലെ ഒക്കെ കനത്ത മഴ പെയ്തിരുന്നു. പക്ഷേ ആ മഴയിലും നിലമ്പൂരുകാരുടെ ആവേശത്തിനൊട്ടും കുറവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മഴയിലും അവർ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായി ലഭിക്കുന്നത് 5 മണി വരെയുള്ള തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് 70.76%. കഴിഞ്ഞ വർഷം, അതായത് 2021 കഴിഞ്ഞ തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ നിലമ്പൂരിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 76.6% എന്നുള്ളതാണ്. ഏതായാലും അതിനോടടുത്ത് എത്തില്ല എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും 74% പോളിംഗ് എത്തും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഏതായാലും ഒരു മികച്ച പോളിംഗ്, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച പോളിംഗ് തന്നെയാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ രാവിലെയൊക്കെ കുറച്ച് സ്ലോ ആയിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് പോളിംഗ് ശതമാനം ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. ആദിവാസി മേഖലകളിലടക്കം വോട്ടർമാർ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് പെട്ടെന്ന് എത്തുന്ന ഒരു കാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വിവിധ നാട്ടിലേക്ക് വന്നാലും എല്ലാ ബൂത്തുകളിലും ഉച്ചയ്ക്ക് ശേഷവും അങ്ങനെ ആളുകൾ ഉണ്ടായിരുന്നു. 6 മണിക്ക് ഈ പോളിംഗ് അവസാനിക്കുമ്പോഴും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നു. അവർക്കെല്ലാം പിന്നീട് സ്ലിപ്പ് നൽകിയ ശേഷം വോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണ് ചെയ്തത്. ഏതായാലും ആ കണക്കുകളെല്ലാം ലഭിച്ച ശേഷമായിരിക്കും, അതായത് അവസാനത്തെ വോട്ടറും ഇനി വോട്ട് ചെയ്ത ശേഷമായിരിക്കും ഒരു ഫൈനൽ കണക്ക്, ഒരു അവസാന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് ഇറക്കുക, ഈ എത്ര ശതമാനം പോളിംഗ് ഉണ്ട് എന്നുള്ളത്. ഏതായാലും കഴിഞ്ഞ തവണ ഇത്രയും വലിയ പോളിംഗ് ശതമാനം ഉണ്ടായപ്പോൾ അത് LDFിനാണ് അനുകൂലമായത്. നമുക്കറിയാം, LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും അങ്ങനെ ഇത്തവണ ഉണ്ടാകില്ല, ഈ അനുകൂലമാകുന്നത് തങ്ങൾക്കൊപ്പം ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF ഉള്ളത്. ഏതായാലും മികച്ച ഒരു പോളിംഗിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ തവണത്തേതിനടുത്തേക്ക് പോളിംഗ് ശതമാനം എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഏതായാലും രാവിലെ മുതൽ തന്നെ നമുക്കറിയാം, സ്ഥാനാർത്ഥികളായ അവിടെ 2 സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് ഉണ്ടായിരുന്നത്. 3 സ്ഥാനാർത്ഥികൾക്കാണ് വോട്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരുന്നതെന്ന് LDFിൻ്റെ സ്ഥാനാർത്ഥിയായ M സ്വരാജിനാണ്. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും മണ്ഡലത്തിൽ തന്നെയാണ് വോട്ടുണ്ടായിരുന്നത്. PV അൻവറിനും മണ്ഡലത്തിൽ വോട്ടുണ്ട്. അതുപോലെ തന്നെ അതേസമയം മോഹൻ ജോർജിന് വോട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഈ സ്ഥാനാർത്ഥികളെല്ലാം ഈ വോട്ടെടുപ്പിൻ്റെ ഒരു ആവേശത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത വിഷയങ്ങളെല്ലാം വോട്ടായി പെട്ടിയിൽ വീഴുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഉള്ളത്. പൂർത്തിയായി. ഒടുവിലെ കണക്കുകൾ
പ്രകാരം 70.76% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാരുടെ നിര തുടരുകയാണ്. ാണ് സ്ഥാനാർത്ഥികളുള്ളത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രിയങ്ക ഗാന്ധി MP അടക്കമുള്ളവർ പ്രചാരണത്തിനായി നിലമ്പൂർ മണ്ഡലത്തിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ വിവാദവും ഒരു വശത്ത് കത്തുന്നുണ്ടായിരുന്നു. RSS കൂട്ടുകെട്ട്, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തരൂരും രംഗത്തെത്തിയിരുന്നു. പ്രചാരണത്തിന് നിലമ്പൂരിൽ എത്താത്തത് കോൺഗ്രസ് ക്ഷണിക്കാത്തതിനാലാണ് അടക്കമുള്ള കാര്യങ്ങളും ഇന്നും അടക്കം വിവാദമായി കത്തുന്നുണ്ടായിരുന്നു. തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ കണ്ടത് PV അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. PV അൻവർ UDF-ലേക്കോ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള ചോദ്യമാണ് ആ ഘട്ടത്തിലൊക്കെ ഉയർന്നത്. അൻവർ പല ഘട്ടത്തിലും ആദ്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അതിൽ അൻവറിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിൽ അൻവർ ഈ അതൃപ്തി പരസ്യമാക്കി UDF-ന്, പ്രത്യേകിച്ച് VD സതീശനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിലൊക്കെ അൻവർ UDF-നൊപ്പമോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നത്. അൻവർ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഏതായാലും പിന്നീട് അൻവർ അൻവറുമായി UDF ഒരു ബന്ധത്തിനുമില്ല എന്ന് VD സതീശൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഏതെങ്കിലും തരത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരായ ആരോപണങ്ങൾ അവസാനിപ്പിക്കാതെ അതെല്ലാം തിരുത്തി ആര്യാടന് വേണ്ടി പ്രചരണത്തിനിറങ്ങാതെ ഈ ഒരു തരത്തിലും അൻവറിനെ UDF-ലേക്ക് എടുക്കില്ല എന്ന നിലപാട് UDF സ്വീകരിച്ചു. പിന്നീട് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീടാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയായി M സ്വരാജ്. ആദ്യഘട്ടത്തിൽ ആരാകും LDF-ന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ എന്ന ചോദ്യം സജീവമായി തന്നെ ഉയർന്നിരുന്നു. അങ്ങനെ അവസാനം LDF എത്തിച്ചേർന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജിലേക്കാണ്. മുൻ തൃപ്പൂണിത്തുറ MLA ആയ M സ്വരാജിലേക്കാണ്. M സ്വരാജ് നിലമ്പൂരുകാരനാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും അങ്ങനെ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജ് കൂടി നിലമ്പൂരിലേക്ക് എത്തിയതോടുകൂടി അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള കളമൊരുങ്ങുകയാണ് ചെയ്തത്. അത് പ്രഖ്യാപിക്കുകയും ചെയ്താണ് CPM സ്വരാജിനെ രംഗത്തിറക്കിയത്. ഇവിടെ CPIM ലക്ഷ്യമിടുന്നത്, LDF ലക്ഷ്യമിടുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടമാണ്. മാത്രമല്ല, വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമൊക്കെയുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ കൂടിയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാണുന്നതെന്ന് ഈ CPIM അന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ M സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി കളം വീണ്ടും സജീവമായി. അപ്പോഴും അൻവർ മത്സരിക്കുമോ എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. അങ്ങനെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. പിന്നീട് അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാനുള്ള പത്രിക തള്ളുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് BJP ആദ്യഘട്ടത്തിലൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ മത്സരിക്കാനില്ലെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. പിന്നീട് പക്ഷേ ആ മണ്ഡലത്തിൽ തന്നെയുള്ള കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവായ മോഹൻ ജോർജിനെ കളത്തിലിറക്കി BJPയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ കൃത്യമായി തന്നെ ഒരു പോരാട്ടത്തിലേക്ക് വന്ന ഘട്ടത്തിൽ അവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, നിലമ്പൂർ ഒരു മലയോര മണ്ഡലം കൂടിയാണ്. അവിടെ ഈ നിരന്തരമായി വന്യജീവി ആക്രമണങ്ങളും വന്യജീവി മനുഷ്യ സംഘർഷവും ഒക്കെ പതിവായ ഒരു മണ്ഡലമാണ്. ഇത് അടക്കം ഉയർത്തിയുള്ളൊരു പ്രചരണമാണ് UDF അടക്കം നടത്താനുള്ള നീക്കം നടത്തിയത്. അതിനിടയിലാണ് ഈ ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം വരുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പിന്നീട് LDF ഒരു ആരോപണം, MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററാണ് ആദ്യം ഒരു ആരോപണം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകുന്നു എന്നുള്ളൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് വന്നത്. അത് വലിയ ചർച്ചയാകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിനിടയിലാണ് പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്തു മരിക്കുന്നത് വഴിക്കടവിൽ. അത് പിന്നീട് UDF ഒരു വലിയ പ്രചരണായുധമാക്കി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അടക്കം വന്ന് പ്രചരണത്തിൽ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയുമൊക്കെ കണ്ടു. അതുമായി ബന്ധപ്പെട്ട്
വനം മന്ത്രി AK ശശീന്ദ്രൻ നടത്തിയ പ്രസ്താവന വലിയ വിവാദത്തിലായി. കാരണം ഇത് മനഃപൂർവ്വം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കെണിവെച്ചതാണെന്നുള്ള തരത്തിലായിരുന്നു അന്ന് വനം മന്ത്രിയുടെ പ്രതികരണം. അതൊക്കെ വലിയ വിവാദമായിരുന്നു. അങ്ങനെ ആ വിഷയം വനപ്രശ്നം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ പ്രധാനമായും ചർച്ചയായത് ഈ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ ഊന്നിയുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമത്തിന് MV ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ അഭിമുഖത്തിൽ ആവശ്യഘട്ടങ്ങളിൽ RSSുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രസ്താവന വരുന്നു. അതും വലിയ ചർച്ചയായി. ഇന്നും ആ RSS പ്രസ്താവന UDF നേതാക്കളൊക്കെ ആയുധമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ ചില ഇത്തരത്തിലുള്ള വർഗീയ തരത്തിലുള്ള ആരോപണങ്ങൾ അടക്കം ഉയർന്ന ഒരു സജീവമായ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രചരണ കാലമാണ് പൂർത്തിയായത്. അതിനിടയിൽ പെട്ടി വിവാദം അടക്കം ഉയർന്നു വരികയും നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഏറ്റില്ല. ഷാഫി പറമ്പിലിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തുകയും പിന്നീട് അവരുടെ പെട്ടി പരിശോധിക്കുകയും ഒക്കെ ചെയ്തത് ആ ദിവസം ഒരു വലിയ വാർത്തയായിരുന്നു. പിന്നീട് അത് വേണ്ട രീതിയിൽ ഏറ്റില്ല. അതിനുശേഷമാണ് പിന്നീട് ഈ RSS ബന്ധത്തിൽ UDFന് ഒരു കച്ചിത്തുരുമ്പ്, അതായത് ജമാഅത്തെ ഇസ്ലാമി ആരോപണം LDF ശക്തമായി ഉന്നയിക്കുന്ന ഘട്ടത്തിൽ UDFന് ഒരു കച്ചിത്തുരുമ്പായി ഗോവിന്ദൻ്റെ വാക്കുകൾ കിട്ടുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതൊരു വലിയ ആയുധമാക്കി തന്നെ UDF ഉപയോഗിക്കുന്നത് കണ്ടു. ഇതിനപ്പുറത്തേക്കൊക്കെ ഇനി പ്രചരണ കാലത്തേക്ക് വരുമ്പോൾ ഈ ആരോപണങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും മണ്ഡലത്തിലേക്ക് ഇറങ്ങി ഒരു കാടടച്ച ഒരു പ്രചരണം തന്നെയാണ് ഈ ഇരു മുന്നണികളും നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും UDFിലേക്ക് വരുമ്പോൾ UDFിൻ്റെ എല്ലാ നേതാക്കളും, യുവ നേതാക്കളടക്കം UDFിൻ്റെ എല്ലാ നേതാക്കളും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുള്ളൊരു പ്രചരണമാണ് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം അവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് KPCCയുടെ വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരു മണ്ഡലത്തിൽ സജീവമായി തന്നെ ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ അവസാന ഘട്ടത്തിൽ UDF ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ UDFിൽ ഒരു വലിയ പ്രചരണത്തിന് തന്നെയാണ് നിലമ്പൂരിൽ സാക്ഷ്യം വഹിച്ചത്. അതേസമയം LDFിനെ സംബന്ധിച്ച് ഏതാണ്ട് 11 മന്ത്രിമാർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ വീടും കയറി സ്വരാജിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചത്. അവസാന ലാപ്പിൽ മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരികയും ചെയ്തു. 3 ദിവസം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ മുഖ്യമന്ത്രി നേരിട്ട് റാലികളിൽ പങ്കെടുത്തു. അതിൽ പ്രധാനമായും ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ആരോപണങ്ങൾ കൃത്യമായി തന്നെ ഉന്നയിച്ചു. അതുപോലെ തന്നെ UDF ആദ്യം ഉയർത്തിയ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശ വിവാദത്തിലടക്കം കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകി. അങ്ങനെ മുഖ്യമന്ത്രി അടക്കം വളരെ സജീവമായി നിന്ന ഒരു തെരഞ്ഞെടുപ്പ്. അത്തരത്തിൽ UDFിനെ സംബന്ധിച്ചാണെങ്കിലും LDFിനെ സംബന്ധിച്ചാണെങ്കിലും സകല സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കാര്യക്ഷമമായി തന്നെയുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലമാണ് അവിടെ നടന്നത്. അതിനുശേഷം അതുപോലെ തന്നെ PV അൻവറിനെ സംബന്ധിച്ച് PV അൻവർ ആദ്യഘട്ടത്തിലൊക്കെ പ്രചരണ രംഗത്ത് അല്പം പിന്നിലായിരുന്നു. അദ്ദേഹം നേരിട്ട് ആളുകളെ കണ്ടുള്ള വോട്ടഭ്യർത്ഥനയൊക്കെയാണ് നടത്തിയിരുന്നെങ്കിൽ പിന്നീട് ക്രിക്കറ്റ് താരം ഇർഫാൻ പഠാനെ അടക്കം കൊണ്ടുവന്ന് പ്രചരണം കൂടുതൽ ശക്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഇത്തരത്തിൽ നടത്തിയ ഈ പ്രചരണത്തിനൊക്കെ വോട്ടർമാർ എന്ത് തീരുമാനിച്ചിരിക്കുന്നു, ഉന്നയിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഉന്നയിച്ച ഈ ആരോപണങ്ങളിലടക്കം വോട്ടർമാരുടെ മനസ്സെന്താണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിന് നമ്മൾ തിങ്കളാഴ്ച വരെ കാത്തിരിക്കണം. തിങ്കളാഴ്ച യാണ് ഈ വോട്ടെണ്ണൽ നടക്കുക. ഏതായാലും അന്ന് ആർക്കൊപ്പമായിരിക്കും ഈ ജനങ്ങൾ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും LDFിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയാകുമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഇനി അറിയേണ്ടത് ഇന്ന് ഈ പോൾ ചെയ്യപ്പെട്ട പെട്ടിയിൽ ആർക്കനുകൂലമായാണ് വോട്ടുകൾ വീണിരിക്കുന്നതെന്നുള്ളതാണ്. ശരി ആന്റണി, നിലമ്പൂരിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. നിലമ്പൂരിൽ മികച്ച പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 71.18% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ജൂൺ 23 തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കുക. വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളുള്ളത്.